തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായ ഒരു ആക്രിക്കട നമുക്ക് ആദ്യം ഒന്ന് കാണാം. വീട് കൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ഉടമയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ഉടമയ്ക്കും ചിലത് പറയാനുണ്ട്. ഡിസംബർ 1 ഞായറാഴ്ച പുലർച്ചെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആക്രിക്കടയിൽ തീ പിടിച്ചത്. ഞൊടിയിടയിൽ തീ ആളിപ്പടർന്നു. മൊത്തം തന്നെ 27 വണ്ടി വന്നു. 27 വണ്ടി വന്ന് കംപ്ലീറ്റ് കിടത്തി. പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം ഒരു മണി വരെ അതിൻ്റെ പുക ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പുക ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കംപ്ലീറ്റ് കിടത്തി അവർ പോയി. പോലീസിൻ്റെ ഒന്നും നല്ല ഇതുണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അതുപോലെ ഫയർ ഫോഴ്സും. പിന്നെ ഇത് മനുഷ്യനല്ല, ഞാനായിട്ട് തീ കത്തിച്ചതല്ല. എനിക്കാണ് ഇൻഷുറൻസും ഇല്ല, ഒന്നും ഉണ്ടായില്ല. എൻ്റെ ഉപജീവനം മാറുകയാണ്. എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, പുരുഷ പിന്നെ എല്ലാ സാധനവും എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് 20 ഫയറിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു, 5 ട്രമ്മിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രി 2:15 കത്ത് പിടിക്കണം. എല്ലാവരും കിടന്ന് ഉറക്കണം. അതും ശനിയാഴ്ച കട പൂട്ടും, ഞായറാഴ്ച തുറക്കാറില്ല. ആ ഞായറാഴ്ച തുറക്കാത്ത കാരണം അവരെല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. കെട്ടിടത്തിന് സമീപത്തുകൂടെ പോയിരുന്ന കേബിൾ പൊട്ടിയതാകാം കാരണമെന്നാണ് കടയുടമ കരുതുന്നത്. വർഷങ്ങൾ നീണ്ട അധ്വാനമാണ് മണിക്കൂറുകൾക്കുള്ളിൽ കത്തിച്ചാമ്പലായത്. മൊത്തം കത്തി നശിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ പണിക്കാരുടെ ശരിക്കും പറഞ്ഞാൽ ഉടുതുണി പോലും ഉണ്ടായില്ല. എല്ലാം കത്തി നശിച്ചു പോയി. പക്ഷേ രാജു തളർന്നില്ല. എല്ലാം വീണ്ടും കെട്ടിപ്പടുത്തു. ഇന്ന് 18 പേർക്ക് തൊഴിൽ നൽകി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഞാൻ കുറേശ്ശെ പണിതെടുത്തു. കാരണം കംപ്ലീറ്റ് സാധനം നശിച്ചു പോയി. എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസ വരും കുറച്ചുണ്ട്, അതൊക്കെ പോയി, കത്തിപ്പോയി. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഇരുമ്പ് കുറേ വിറ്റിട്ട് കുറേശ്ശെ പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പൈസ ഒക്കെ സഹായിച്ചു. എല്ലാം അവസാനിച്ചിടത്ത് നിന്നാണ് രാജുവിൻ്റെയും സ്ഥാപനത്തിൻ്റെയും തിരിച്ചുവരവ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നഷ്ടപ്പെടലുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ നിന്നും തിരികെ എത്തും. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഈ മനുഷ്യർക്കൊക്കെ തിരികെ വരാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.